കണ്ണമ്പള്ളിൽ വീട്ടിലും വളപ്പിലും എന്താണ് നടന്നത്? കലയെ കൊലപ്പെടുത്തി മറവ് ചെയ്തെന്ന് കരുതുന്ന സെപ്റ്റിക് ടാങ്കിൽ നിരന്തരം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പരിശോധനയ്ക്ക് പോലീസിനെ സഹായിക്കാനെത്തിയ തിരുവല്ല സ്വദേശി എസ് സോമനാണ് നിർണായക വിവരം പോലീസിനെ അറിയിച്ചത്. വലിയ വിവാദമായ ഒട്ടേറെ കേസുകളിൽ പോലീസിന്റെ തുണയാണ് സോമൻ. ഇലന്തൂർ നരബലി ഉൾപ്പെടെയുള്ള കേസുകളിൽ ശരീരാവശിഷ്ടങ്ങൾ എടുക്കാൻ സഹായിച്ചത് സോമനാണ്. പതിറ്റാണ്ടായി പോലീസിന്റെ ഉറ്റ സഹായിയാണ് സോമൻ. ജീർണിച്ചതും അളിഞ്ഞതുമായ മൃതദേഹങ്ങൾ ഒരു മടിയും മടുപ്പുമില്ലാതെ സോമൻ വാരിയെടുക്കും. പോസ്റ്റ്മോർട്ടം കഴിയും വരെ പോലീസിന് സഹായിയായി കൂടെ തന്നെ ഉണ്ടാകും. ഇങ്ങനെ ട്രെയിൻ തട്ടി കഷ്ണങ്ങളായതും വെള്ളത്തിൽ വീണ് അഴുകിയതുമൊക്കെയായി 5000-ഓളം ശരീരാവശിഷ്ടങ്ങളാണ് സോമൻ പോലീസിനായി എടുത്തുകൊടുത്തിട്ടുള്ളത്. കുഴിച്ചിട്ട മൃതദേഹങ്ങൾ എടുക്കുന്നതിനും മറ്റും എപ്പോഴും പോലീസിനെ സഹായിക്കുന്നതും സോമൻ തന്നെ. മാന്നാറിലെ കലയുടെ കേസിലും പോലീസിന് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. സംഭവ സ്ഥലത്തെത്തിയ ഉടൻ സോമൻ മനസ്സ് മരവിക്കാതെ പതറാതെ മൃതദേഹാവശിഷ്ടത്തിനായി തെരച്ചിൽ നടത്തി. വസ്ത്രത്തിൻ്റെ ഇലാസ്റ്റിക്, ലോക്കറ്റ്, ഹെയർ ക്ലിപ്പ് തുടങ്ങിയവ കണ്ടെടുത്തു. തൊടുന്ന കല്ലുവരെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു. വല ഉപയോഗിച്ച് അരിച്ചു പെറുക്കിയാണ് പലതും കണ്ടെടുത്തത്. പഴയ വീടിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ടാങ്കിൻ്റെ മുകളിലാണ് കൂട്ടിയിട്ടിരുന്നത്. ടാങ്കിൻ്റെ മൂടി മാറ്റിയപ്പോൾ തന്നെ കെമിക്കൽ ഉണ്ടെന്ന് സോമന് മനസ്സിലായി. വെള്ളത്തിന് നിറവ്യത്യാസമുണ്ടായിരുന്നു. ടാങ്കിൽ നിന്ന് കണ്ടെടുത്തവയിൽ മൃതശരീര ഭാഗങ്ങളുണ്ടെന്ന് 70% ഉറപ്പിക്കാം. അതെല്ലാം ഫോറൻസിക്കിന് കൈമാറി. സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയ്ക്കിടെ സോമന് കാലിന് പരിക്കേറ്റിരുന്നു. ടാങ്കിൻ്റെ സ്ലാബുകൾ നീക്കുന്നതിനിടെയാണ് കാലിൽ പരിക്കേറ്റത്. തുടർന്ന് മുറിവിൽ ഡെറ്റോൾ ഒഴിച്ച് പ്ലാസ്റ്റിക് കവർ കൊണ്ട് കാല് മൂടിയ ശേഷമാണ് സോമൻ ജോലി തുടർന്നതും പോലീസിനെ സഹായിച്ചതും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.